എന്നിട്ട് ഓയ്യോ വളരെ വലിപ്പമുള്ള പോവാലി ഫ്രണ്ട്സ്. എന്തുട്ട വലിപ്പം. ഓയ്യോ കിടാ ഭയങ്കര വലിപ്പമുള്ള പോവാലി. പോവാൻ പാടില്ല. കോലാൻ 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 സകല മീനും കിട്ടുന്നത് നമുക്ക്. സല കംപ്ലീറ്റ് മീൻ വന്ന് വിടുന്നുണ്ട്. കോലാൻ കേടാ വായന നമ്മൾ ചെറിയ പോൾ റോഡ് വെച്ചിട്ടാണ് ചൂണ്ട സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ പോൾ റോഡാണ് ഇതിലേക്ക് ചൂണ്ട സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതൊരു പുതിയ മോഡലാണ് കണ്ട. ഇവിടെ വരണത് അച്ചാരടൊന്നല്ല, ഇതേ ടൈപ്പൊക്കെ വരണേ കണ്ട. മുട്ടതിൽ പൊട്ടിച്ചൊഴിച്ചു. ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാ, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോൾ റോഡ് വെച്ചിട്ടാടാ മീൻ പിടിക്കണ ചെറിയ മീനുകളെ. അപ്പോൾ പോൾ റോഡിൽ നമുക്ക് ഒരു ചൂണ്ട സെറ്റ് ചെയ്യാം, ഒരു ചൂണ്ട സെറ്റ്. അപ്പോൾ അതെങ്ങനെ കെട്ടിടുക്കാൻ നോക്കാം ആദ്യം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ചെറിയ പോൾ റോഡ് വെച്ചിട്ടാണ് ചൂണ്ട സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ പോൾ റോഡാണ്. ഇതൊരു വട്ടം മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വട്ടം മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ചൂണ്ട സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പോൾ റോഡ്. വളരെ ചെറിയ ഒരു പോൾ റോഡ് കേട്ടോ. വളരെ ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഞാനിതിലേക്ക് ചൂണ്ട സെറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു പുതിയ മോഡലാണ് കണ്ട. ഇവിടെ വരണത് അച്ചാരടൊന്നല്ല, ഇതേ ടൈപ്പൊക്കെ വരണേ കണ്ട. ഞാനിതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. പോൾ റോഡിൻ്റെ വീഡിയോ ഞാൻ മേടിച്ചപ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്കാണ് നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ടങ്കീസ്, ഹുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം എങ്ങനത്തെയാണ്. അപ്പോൾ വളരെ ചെറിയ മീനുകളെയാണ് നമ്മൾ പിടിക്കാൻ നോക്കണത് കേട്ടോ ഈ ചൂണ്ട വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ടങ്കീസ് ഉപയോഗിക്കണത് വളരെ കനം കുറഞ്ഞത് 0.25 mm, അതായത് 0.25 mm കേട്ടോ. വളരെ കനം കുറഞ്ഞാണ്. വളരെ കനം കുറഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ കനം കുറഞ്ഞത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹുക്കിൻ്റെ സൈസ് 1 കേട്ടോ. ഏറ്റവും ചെറിയ ഹുക്കാണ്, വളരെ ചെറിയ ഹുക്ക് കണ്ടോ. ഇത്രേ വരണുള്ളൂ ഇതിൻ്റെ സൈസ്. നമ്പർ വരുന്നത് 1, ഏറ്റവും ചെറുത്. പിന്നെ വേണ്ടത് ഒരു ഫ്ലോട്ട്, പൊന്തി ഒരു മയിൽപ്പീലിയുടെ തണ്ടാണത്. മയിൽപ്പീലിയാണ്. പിന്നെ വെയിറ്റ് ഇടാൻ വേണ്ടിയിട്ട്, ഇത് കുത്തി നിൽക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഈയത്തിൻ്റെ ഇതിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കെട്ടിയെടുക്കണം. ഒരു നൂലിൻ്റെ ഉണ്ട്, അത് ഈ പൊന്തിമൊന്ന് ചുറ്റി കൊടുക്കാനായിട്ടാണ്. ഇത്ര ഐറ്റം വെച്ചിട്ടാണ് നമ്മളൊന്ന് ചൂണ്ടലുണ്ടാക്കണേ. ഈ പോൾ റോഡിൻ്റെ നീട്ടം 7 അടി കേട്ടോ. അപ്പോൾ ആ നീട്ടത്തിനനുസരിച്ച് തന്നെയാണ് ഈ ടങ്കീസ് എടുക്കുന്നത്. 7 അടിയുടെ ടങ്കീസാണ് എടുക്കുന്നത് കേട്ടോ. കട്ട് ചെയ്തിട്ട് 7 അടിയുടെ ടങ്കീസ് കട്ട് ചെയ്തെടുക്കട്ടെ. ടങ്കീസ് 7 അടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഹുക്ക് കെട്ടി കൊടുക്കുന്നുണ്ട്. ഒരു ഹുക്ക് കണ്ടോ. ഇതിൻ്റെ പുറകിലായിട്ട് ഇതിൽ ഒരു മടക്കുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ കൂടെ എടുത്തു നിങ്ങൾ മടക്കി വയ്ക്കുക ഒരു യു ടൈപ്പിൽ. എല്ലാ വീഡിയോകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഹുക്ക് കെട്ടണത്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കി ഇവിടെ കണ്ട. മടക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് പിന്നെ ഈ മടക്കി വെച്ചതിൻ്റെ ഈ ഭാഗം യു ടൈപ്പിൽ ഇങ്ങനെ മടക്കി വെച്ചതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വലിക്കുക ചെയ്യാം കേട്ടോ. അവിടെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇത് പിടിച്ചിങ്ങനെ വലിച്ചാൽ മതി, തന്നെ അവിടെ മുറുകും കണ്ടോ. അത് മുറുകിട്ടോ. നമ്മുടെ ഹുക്ക് കെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പൊന്തി കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കേട്ടോ പൊന്തി കെട്ടണത് ഈ ടങ്കീസ് വെച്ചിട്ട് തന്നെയാണ്, കനം കുറഞ്ഞ ടങ്കീസ് വെച്ച് തന്നെയാണ്. അപ്പോൾ ഇത് വളരെ കനം കുറഞ്ഞ ടങ്കീസായ കാരണം കനം കൂടിയത് വെച്ച് കെട്ടണേക്കാൾ നല്ലത് അതുകൊണ്ട് തന്നെ കെട്ടാൻ നല്ലത്, കനം കുറഞ്ഞിട്ടിട്ട്.
അപ്പോൾ ആ കനം കുറഞ്ഞ ടങ്കീസിനെ ഇട്ടിട്ട് കെട്ടുണ്ട് കേട്ടോ. കെട്ടിയെടുക്കുന്നുണ്ട്, ഈ തലയ്ക്ക് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊന്തിയുടെ ഇവിടെയും ഇതിലായിട്ടും കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. കെട്ടി എടുത്തു കണ്ടോ. അതായത് ഈ തലയ്ക്ക് പിന്നെ ഇതിലായിട്ട് കെട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൽ വരണത് വെയിറ്റ് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഈ പ്ലോട്ടിൻ്റെ ഈ പൊന്തിയുടെ ഈ പുറകു വശത്തായിട്ട് ഇതിലായിട്ട് കുറച്ച് ഈ ചുവന്ന നൂല് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണാനായിട്ട് ഈ ചുവപ്പൊക്കെ ഇടുമ്പോൾ നല്ലതാണ്. ഇപ്പോൾ വെള്ളത്തിലേക്ക് ഈ വെയിലൊക്കെ അടിക്കണമെങ്കിൽ നമുക്ക് ഈ വെള്ളമാകുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടാണ് പൊന്തി കിടക്കണത്. ഒരു റെഡ് കളർ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര എവിടെ കിടക്കണമെങ്കിലും കാണാനായിട്ട് പറ്റും നല്ലതിൽ. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചുറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ആ ചുവപ്പ് നൂല് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം ചുറ്റി എടുത്തു. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഫ്ലോട്ടിൻ്റെ പരിപാടി കെട്ടിൽ ഹുക്കും ഫ്ലോട്ടൊക്കെ കെട്ടിൽ കഴിഞ്ഞു കേട്ടോ. ഇനി മെയിനായിട്ട് വരണത് വെയിറ്റാണ്. വെയിറ്റ് ഇട്ട് കൊടുക്കണം. അതിട്ട് കൊടുക്കാം. ഇതിങ്ങനെ വളരെ കനം കുറഞ്ഞതായി കാരണേ ഈര വളരെ കനം കുറഞ്ഞതാണ്. ഇതിലിങ്ങനെ മടക്കി ചുറ്റി വയ്ക്കണം. അപ്പോൾ തൽക്കാലം ഇപ്പം ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ മടക്കി എടുക്കണം. ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. നമുക്കിത് മൊത്തം വേണ്ടി വരില്ല. അപ്പോൾ അത് വെയിറ്റ് നോക്കി കുറയ്ക്കും. എന്നിട്ട് മടക്കി ഇടും കേട്ടോ. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ കെട്ടി സെറ്റാക്കി ഇടുക. അപ്പോൾ ഇത് വളരെ ചെറിയ മീനുകൾക്ക് കേട്ടോ. അതിനാണ് ചെറിയ ഹുക്ക്, ചെറിയ കനം കുറഞ്ഞ വളരെ കനം കുറഞ്ഞ ഈരയ്ക്ക് ഇട്ടിട്ടുള്ളത്. എപ്പോഴും ചെറിയ മീനുകൾക്ക് ചൂണ്ടുമ്പോൾ വളരെ കനം കുറഞ്ഞ ഈര ചെറിയ ഹുക്ക് അതൊക്കെ ഉപയോഗിക്കണം നല്ലത്. നമുക്ക് പെട്ടെന്ന് മീൻ കിട്ടും, ഒരുപാട് മീൻ കിട്ടും. പിന്നെ നമുക്ക് ഈ ടങ്കീസിൽ കെട്ടണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ പോൾ റോഡാണ് ഇങ്ങനെ നിങ്ങളുടെ ഇത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കെട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈരയുടെ ഈ ഭാഗത്തിൽ ഈ തലഭാഗം നോക്കിയേ, ഇതിങ്ങനെ മടക്കുക കണ്ടോ. വളരെ കനം കുറഞ്ഞ ഈരയെ കാണുന്നുണ്ടാവോ. ഇങ്ങനെ മടക്കിയിട്ട് നോക്കിയാൽ ഇങ്ങനെ മടക്കി വയ്ക്കുക. എന്നിട്ട് ഇതിലായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു 2-3 കെട്ടിടുക. 2-3 പ്രാവശ്യം ഇങ്ങനെ എടുക്കുക. ഇങ്ങടാ ഇങ്ങനെ വലിച്ച് കെട്ടാക്കുക, കെട്ടിട്ട് കൊടുക്കുക. ഇത് ഊരാൻ കൊടുക്കല്ലടാ, ഇത് വലിച്ച മുറുകണ കെട്ടല്ല. ഇതിങ്ങനെയാണ് നിങ്ങൾ കെട്ടിയെടുത്തിട്ടുള്ളത്. ഇങ്ങനെ 2-3 ചുറ്റി കെട്ടിയിട്ട് കണ്ടാ. അപ്പോൾ ഇതിങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതില്ലേ ഇതിനുള്ളിൽ കൂടെ എടുക്കുക. കണ്ടോ, ഇതിനുള്ളിൽ കൂടെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഊരാങ്കുടുക്ക് പോലെയുള്ളതില്ലേ, ഊരാങ്കുടുക്കല്ല, അത് ഇതിൽ കൂടെ എടുക്കുക. ഇതിലെങ്ങനെ എടുക്കുക, ഇതിലെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. കൊടന്നിട്ട് നോക്കിയാൽ വലിച്ച് കൊടുത്താൽ മതി. വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കെട്ടാവും. പിന്നെ നമുക്ക് ചൂണ്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് വലിച്ച് ഊരിയെടുക്കാനും എളുപ്പമായിട്ടാണ്. കണ്ടോ, ഇത്രയുള്ള പരിപാടി. ഇപ്പം നമ്മൾ ഇതുമ്പോൾ കെട്ടിയൊന്നും വെക്കണ്ട. കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യേണ്ടി വരും. ഊരാങ്കുടുക്ക് ഇട്ടിട്ട് എടുക്കാനും ബുദ്ധിമുട്ടാവും, കട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ആക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഇത് എടുക്കണമെങ്കിൽ കണ്ടോ, ഇങ്ങോട്ട് വലിച്ചിട്ട് ബാക്കിൽ പോയിട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടും. ഇതിപ്പോൾ ചൂണ്ടണ നേരത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് വലിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇത്രയുള്ള പരിപാടി. നമ്മുടെ ചൂണ്ട സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. ചൂണ്ട സെറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ചൂണ്ട സ്ഥലത്തെത്തി. അതായത് ചൂണ്ട ഇടാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, വെയിറ്റ് ഇട്ട് ചൂണ്ട കാണിച്ചിട്ട് അതേ കണ്ട. ഇങ്ങനെയാണത് വെയിറ്റ് ഇടുമ്പോൾ പ്ലോട്ടൊക്കെ പോയി കുത്തി നിൽക്കണത് കണ്ട ഫ്രണ്ട്സ്. അപ്പോൾ ചൂണ്ട ഉണ്ടാക്കണതും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തീറ്റയാണ്.
ചൂണ്ട. അപ്പോൾ ചെറിയ മീനുകളാണ് നമ്മൾ ഇന്ന് ചൂണ്ടണത്. വളരെ കനം കുറഞ്ഞ ഈര, ഹുക്ക്, ചെറിയ ഹുക്ക് ഇതൊക്കെ ഇട്ടിട്ടാണ്. എന്നാലും ഇപ്പം ഉണ്ടാക്കാൻ പോണ തീറ്റ അടിപൊളി തീറ്റ. അതിന്മേ ഒരുവിധം മീനുകളൊക്കെ ഒന്ന് പിടിക്കും കേട്ടോ. എല്ലാ മീനുകളും വന്ന് പിടിക്കും. എന്താ പറയുക, വലിയ ഹുക്കും വലിയ ഇതൊക്കെ വെച്ച് ചൂണ്ടാനും ഉപയോഗിക്കാടായി തീറ്റ. അതേപോലത്തെ ഒരു തീറ്റയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. തീറ്റയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ആട്ട, മുട്ട, വെളിച്ചെണ്ണ, ഇതിൽ മഞ്ഞൾപ്പൊടി ആടാ, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ മുട്ട ഇതിൽ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഇതിൽ പൊട്ടിച്ചൊഴിച്ചു ഫ്രണ്ട്സ്. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ആ വെള്ളം ഞാൻ കളഞ്ഞു കേട്ടോ. വേറൊന്നല്ല, ഒരുപാട് വെള്ളം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറേ തീറ്റ വേണ്ട. അത് കഴിഞ്ഞ് ആട്ടിട്ട് കൊടുക്കുക കേട്ടോ. ആട്ടിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മുട്ടയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കുറേ തീറ്റ ഉണ്ടാക്കണില്ലേ, അതാണ് ആ വെള്ളം കളഞ്ഞത്. മഞ്ഞ മാത്രം എടുത്തേട്ടാ. മഞ്ഞ മാത്രം എടുക്കുമ്പോൾ നല്ല ടൈറ്റായി കിട്ടും ചെയ്യും. പിന്നെ അപ്പോൾ മഞ്ഞ മാത്രം ഇട്ട് ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി കണ്ട ആവശ്യത്തിന് ഇതിനെ കുറച്ചിട്ടിട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക എല്ലായിടത്തേക്ക്. ഒരു നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ട. നല്ല ഉണ്ടകൾ പിടിച്ച് കുക്കാക്കി ഇടാൻ പറ്റും നമുക്ക്. ഇനി അതിൻ്റെ ഒരു ഉണ്ടാക്കി എടുക്കണം. സ്വല്പം വെള്ളം തെളിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കുറവുള്ള പോലെ ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ട ചെറിയൊരു ടൈറ്റ് കുറഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ആ ടൈപ്പാണ് നമുക്ക് വേണ്ടത്, നല്ല സോഫ്റ്റായിട്ട് ഇട്ടാ. ഇതിങ്ങനെ നന്നായി ഇങ്ങനെ കുഴച്ചിടുക. ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. അല്ല തീറ്റ സെറ്റായി. സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളവിടെ തീറ്റ. ഒരുവിധം എല്ലാ മീനുകളെയും ഈ തീറ്റ കിട്ടും. അപ്പോൾ നമ്മുടെ തീറ്റ നോക്കിയാൽ ഇത് ഇങ്ങനെ നോക്കിയാൽ ചെറിയൊരുണ്ടായിട്ട് വെച്ച് കൊടുക്കുക ചെയ്യാടാ. വളരെ ചെറിയൊരുണ്ടായിട്ട് വെച്ച് കൊടുക്കുക. മീനുകൾ പെട്ടെന്ന് പിടിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് പിടിച്ചെടുക്കാടാ. ആദ്യത്തെ വന്നോ, ആദ്യത്തെ മീൻ കിട്ടി ഫ്രണ്ട്സ്. ആദ്യത്തെ മീൻ കുളപ്പരലാടാ. ഇതിനോട് കുളപ്പരലെന്നാ പറയാ. ഇന്ന് കംപ്ലീറ്റ് ചെറുവേഗം മീനുകളായിട്ടാണ് നമ്മൾ ചൂണ്ടണത്. അപ്പോൾ എല്ലാതും എടുക്കുന്നുണ്ട്. ഒറ്റ മീനെ നമ്മൾ തിരിച്ചു വിടില്ല. ഏറ്റവും ചെറുതിനെ വരെ നമ്മൾ എടുക്കും. ഇത് ലോക്കാവണ കംപ്ലീറ്റ് മീൻ എടുക്കും. അടുത്ത് കിട്ടിയേ ഇതാണ് പരിപാടി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആദ്യം തന്നെ ഇവിടെ കുളപ്പരൽ കുറേ ഉണ്ട്. കുളപ്പരലുകൾ കുറേ ഉണ്ട് ഇവിടെ. അവറ്റങ്ങൾ വന്ന് പെടും. ഓ അത് രക്ഷപ്പെട്ടില്ല, ചാടി വെള്ളത്തിലേക്ക് പോയി. ഇനി എടുക്കണം. എല്ലാ മീനും വന്ന് പെടും കേട്ടോ. ഈ തീറ്റമ്മ പിലോപ്പി കരിമീനൊക്കെ ഉണ്ടെങ്കിൽ കരിമീനൊക്കെ ഉണ്ടെങ്കിൽ വന്ന് പെടും കേട്ടോ. ഇവിടെ സ്പോട്ടിലുണ്ടെങ്കിൽ വരും കിട്ടും. അടിപൊളി പരല് കിട്ടി. സൂപ്പർ പരലുകൾ. വമ്മാരുടെ ചാകരയാവുന്നു. ചാകര ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ മെയിനായിട്ട കാര്യം, നമ്മൾ ഈ വക ചെറുമീനുകൾക്ക് ചൂണ്ടുമ്പോൾ വളരെ കനം കുറഞ്ഞ ഈര ഇടുക. ചെറിയ ഹുക്കുകൾ ഉപയോഗിക്കുക. വളരെ ലൈറ്റ് വെയിറ്റ്, അതായത് വളരെ കനം കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ മീനുകൾ നമുക്ക് പിടിക്കാൻ പെട്ടെന്ന് കിട്ടാനും എല്ലാത്തിനും വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈര, ഹുക്ക് ഒക്കെ നമ്മൾ കണ്ടില്ലേ, അതേപോലെ ഉപയോഗിക്കുകയാണ് നല്ലത്. പലരും മീൻ കിട്ടണില്ല എന്ന്, ഈ ചെറുവക മീനുകൾക്ക് ചൂണ്ടിയിട്ട് മീൻ കിട്ടണില്ല എന്ന് പറയണത്. അത് വേറെ ഒന്നല്ല, വലിയ ഹുക്ക് കാനുള്ള ഈരൊക്കെ ഇട്ടിട്ട് ഇവർ ചൂണ്ടണം, എന്നിട്ട് മീൻ കിട്ടണില്ല എന്ന് പറയാൻ. വേറെ ഒന്നല്ല, എനിക്ക് നേരിൽ അറിയുന്നവരാട്ടാ. ഇപ്പോൾ ഈ യൂട്യൂബിലും കാര്യങ്ങളിലൊന്നും വന്ന് പറഞ്ഞവരല്ല. എനിക്ക് നേരിൽ അറിയുന്നവരുണ്ട്. അവരെ ചൂണ്ടൊക്കെ ഭയങ്കര കന, ഈര, ഹുക്കൊക്കെ വലിപ്പം കൂടിയിട്ടേ അതിനൊന്നും പെട്ടെന്ന് ഈ ചെറുവകകൾ വന്ന് പെടില്ല.
നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇന്ന് കണ്ട പോലത്തെ ചെറുമീനുകൾക്ക് ചൂണ്ട സെറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് കണ്ടില്ലേ അതേപോലെ ചൂണ്ട സെറ്റ് ചെയ്യുക. ഇഷ്ടംപോലെ മീനെ പിടിക്കാൻ പറ്റും, ചെറുവക മീനുകളെ. അടിപൊളി പരലുകളെ ഫ്രാൻസ്. ഇട്ട് കിടക്കാക്കണ്ട. ഓമേ കരിപ്പിടിട്ടാ, കരിപ്പിടി കരിപ്പിടി. എന്തോട്ടം ഓടണേ, പെട്ട് കിടക്കാണ് കരിപ്പിടികൾ. വറക്കാളെ മീൻ പിടിക്കാനേ, അല്ലെങ്കിൽ ഒരു കറിക്കുള്ള മീൻ പിടിക്കാൻ അധികം നേരം വേണ്ടട്ടാ, പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും. ഓ കരിപ്പിടി കരിപ്പിടി കരിപ്പിടി, ചെറുവക കരിപ്പിടികളായിട്ടാ കിട്ടണേ. കരിപ്പിടികളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, കംപ്ലീറ്റ് മീൻ എടുക്കേണ്ടത്. എല്ലാ മീനും എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാ പൂവാലി 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 പൂവാലി, സൂപ്പർ പൂവാലി. ഇടുമ്പത്തിന് വലിച്ചുകൊണ്ട് പോകുന്നത് പൂവാലി, ഇടുമ്പത്തിനും വലിച്ചുകൊണ്ട് പോയി. എന്നിട്ടാ കരിപ്പിടി 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 കരിപ്പിടിയാ, ചെറുവക കരിപ്പിടികളാടാ. നമ്മളിവരെ എടുക്കണ്ട കേട്ടോ, തിരിച്ചു വിടണില്ല. വലുതോരം വന്ന് പെട്ടില്ല മനസ്സിൽ, വലുതല്ലേ വലുതല്ല, വളരെ ചെറുതാ. പക്ഷെ അതിൻ്റെ പള്ളല കുത്തിയ, അപ്പം അത് വലുതായിട്ട് തോന്നി കേടാ. എൻ്റെ പള്ളല് കുത്തിയിട്ട് പറഞ്ഞേടാ വലുത് പെട്ടിട്ട് പറഞ്ഞിട്ട് നോക്കിയാ, പള്ളല് കുത്തി കയറിയ. ഇങ്ങനെ കുത്തി കയറിയപ്പോൾ വലിച്ചപ്പോളേ ഭയങ്കര കനം പോലെ തോന്നി, അതാ ഞാൻ വലുതെന്ന് പറഞ്ഞേ. നിനക്ക് എടുക്കണ്ടേടാ, ചെറുതൊക്കെ വേണം നമുക്ക്. കൂരി 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 സകല മീനും, എല്ലാ മീനും കിട്ടുന്നുണ്ടാ. കൂരി പരല് കരിപ്പിടി മഞ്ഞളാപ്പി കംപ്ലീറ്റ് മീൻ വന്ന് പെടുന്ന എല്ലാ മീനും കിട്ടും. ചെറുവക മത്സ്യങ്ങളല്ലേ, ചെറുവക മീനുകളെല്ലാം വന്ന് പെടും. കരിപ്പിടി 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 കരിപ്പിടി.
വലിപ്പമുള്ളൊരു പരല് കിട്ടിട്ടാ. വലിപ്പുള്ളതാ. ഓ നല്ല വലിപ്പമുള്ള ഫ്രണ്ട്സ് കേടാ, നല്ല വലിപ്പമുള്ള വന്ന മീൻ ചാടണ എന്തിട്ട് പറയാ, എന്ത് മീന അടിപൊളി പരലുകള്, അടിപൊളി പരലുകള്. എന്നിട്ടേ ഓച്ചോ വളരെ വലിപ്പമുള്ള പോലെ ഫ്രണ്ട്സ്, എന്തുട്ട വലിപ്പം. ഓയ്യോ കേടാ, ഭയങ്കര വലിപ്പമുള്ള പൂവാലി. പോവാൻ പാടില്ല, പൂവാലി പോവരുത്. നല്ല വലിപ്പമുണ്ട് കേട്ടാ, കണ്ടാ നല്ല വലിപ്പമുള്ള പൂവലിന് കിട്ടിയേ. കോലാൻ 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 കോലാൻ, സകല മീനും കിട്ടുന്നത് നമുക്ക്. സല കംപ്ലീറ്റ് മീൻ വന്ന് വീടുണ്ട്. കോലാൻ കേടാ, വായന തന്നെയായിട്ട് എടുത്തിട്ടുള്ളത് കേടാ. ഇത് ഈ കോലാനേ മറ്റേ എന്താ പറയുക, മീനെ തിന്നണതല്ല. ഇതിന് താഴ്ഭാഗത്ത് മാത്രം ഈ ഇതുള്ളൂ. മറ്റേ രണ്ട് ഭാഗത്തുണ്ടോ പല്ലുണ്ടാവും, ഇതിന് പല്ലില്ല. ഇത് എന്താ പറയുക, വെജിറ്റബിളാണ് ഈ കോലാൻ. ഈ കൊല്ലം വെജിറ്റബിൾ ആട്ടാ, വെജിറ്റബിൾ. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം പിടിക്കുന്നതൊക്കെ ഉണ്ട്. എല്ലാ മീനും വന്ന് വിടും. എന്തിനാ നീളം പരലാണ്, നീളം പരല്, നീളം പരല്, നീളം പരല് ഫ്രണ്ട്സ്. അപ്പോൾ ഇഷ്ടംപോലെ മീൻ കിട്ടി. ഇതോട് കൂടി നിർത്താട്ടാ, കുറേ കിട്ടിയിട്ടുണ്ട്. ഇത് പിടിക്കാനല്ല ബുദ്ധിമുട്ട്, ഇത് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തെടുക്കാനാണ്. കുറേ കഴിഞ്ഞ് കട്ട് ചെയ്ത് കുറേ നേരം സമയം എടുക്കുക. ഇനി ഇരുട്ടായിട്ട് വീട്ടിലെത്താം. ഇനി കട്ട് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും. അത്യാവശ്യം ഉണ്ട് മീനായി. നമ്മൾ നിർത്തണേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കിട്ടിയ മീനാട്ടത് കേടാ. ഈ വലയിലുണ്ട്, വലയിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ കൂരി കിട്ടിയപ്പോൾ ഇതിലിട്ട് വെച്ചു. അപ്പോൾ ഇതിലെല്ലാതും ഇട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പലതരം മീനുകളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് കൂരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയ്യോ കൂരി കിട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ കോലാന കിട്ടി. പിന്നെ സാധാരണ കിട്ടണ പരല്. ഇതിൽ കരിപ്പിടി ഉണ്ട്, കരിപ്പിടി കിട്ടി. പിന്നെ പള്ളത്തി, പിന്നെ കുളപ്പരൽ എന്നൊക്കെ പറഞ്ഞ മീനുകളുണ്ട്. എല്ലാ മീനുകളും കിട്ടും കേട്ടോ ഇതുമേ. അപ്പോൾ നിങ്ങൾ ചൂണുന്ന സ്ഥലത്ത് കരിമീൻ, പിലോപ്പി അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്ന് പിടിക്കും കേട്ടോ. അടിപൊളി തീറ്റ. ആ മീനൊക്കെ, ആ മീനുകളെല്ലാം ഒരുവിധം എല്ലാ മീനുകളും ഈ തീറ്റ വന്ന് പിടിക്കും. ഇത് കുറേ പേര് ഉണ്ടാക്കി ചൂണണതാണെന്ന് തോന്നുന്നുണ്ട്. ഒരു
ഒരുപാട് പേര് മിക്കവരും ഉണ്ടാക്കുന്നത് അതാ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചൂണ്ടലൊക്കെ ഉണ്ടാക്കി ഇറങ്ങണവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തീറ്റ ഉണ്ടാക്കി കൈ പിടിച്ചോ, അടിപൊളിയായിട്ട് മീൻ കിട്ടും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.